ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റ് കുഴിച്ച് എന്തെങ്കിലും കണ്ടെത്തിയാൽ പാർലമെന്റ് എന്റേതാകുമെന്നാണോ? ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്നു OYC. ന്യൂഡൽഹി. തർക്കങ്ങൾക്ക് ആക്കം കൂട്ടാൻ മതചരിത്രത്തെ ദുരുപയോഗം ചെയ്യുന്നതായി പാർലമെന്റിൽ AIMIM നേതാവ് അസദുദ്ദീൻ OYC. മുസ്ലിങ്ങളടക്കം സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും OYC പ്രസംഗത്തിൽ പരാമർശിച്ചു. ഭരണഘടനാ അവകാശങ്ങൾ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളെ OYC വിമർശിക്കുകയും ചെയ്തു. പാർലമെന്റ് കുഴിച്ച് ഞാൻ എന്തെങ്കിലും കണ്ടെത്തിയാൽ അതിനർത്ഥം പാർലമെന്റ് എന്റേതാകുമെന്നാണോ? OYC ചോദിച്ചു. പല സംസ്ഥാനങ്ങളും നിയമങ്ങൾ കൊണ്ടുവരുന്നു. ഹരിയാനയിലും രാജസ്ഥാനിലും ഗോവധ നിരോധനം കൊണ്ടുവന്നു. ഗോസംരക്ഷകർക്ക് പോലീസ് അധികാരങ്ങൾ നൽകുകയും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തി അവർ അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. ബംഗാളിൽ നിന്നുള്ള സാബിർ മാലിക് എന്ന കുട്ടിയെ മാർക്കറ്റിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തി OYC വിശദീകരിച്ചു. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിലും OYC ആശങ്ക പ്രകടിപ്പിച്ചു. മതസ്വാതന്ത്ര്യത്തിനും സാംസ്കാരിക സ്വത്വത്തിന്റെ സംരക്ഷണത്തിനും ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഇല്ലാതാക്കപ്പെടുകയാണെന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25, 26, 29, 30 എന്നിവയെ പരാമർശിച്ച് OYC പറഞ്ഞു. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതിൽ നിന്ന് എന്റെ പെൺമക്കളെ തടയുന്നു. ആർട്ടിക്കിൾ 25ന്റെ വിജയം എവിടെയാണെന്നും OYC ചോദിച്ചു. കേജ്രിവാൾ ന്യൂഡൽഹിയിൽ, അതിഷി കൽക്കാജിയിൽ അവസാന സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. AAP. ന്യൂഡൽഹി. ആം ആദ്മി പാർട്ടി AAP 2025 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നാലാമത്തേതും അവസാനത്തേതുമായ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. AAP കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കേജ്രിവാൾ ന്യൂഡൽഹിയിലും മുഖ്യമന്ത്രി അതിഷി കൽക്കാജിയിലും മത്സരിക്കും. അവസാനഘട്ടത്തിലെ 38 അംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ സൗരഭ് ഭരദ്വാജ്, ഗോപാൽ റായി, സത്യേന്ദ്ര കുമാർ ജെയിൻ, ദുർഗേഷ് പദക് എന്നിവരും ഇടം പിടിച്ചു. 2025 ഫെബ്രുവരിയിലാണ് തിരഞ്ഞെടുപ്പ്. 70 സീറ്റുകളിലേക്കാണ് മത്സരം. എല്ലാ സീറ്റുകളിലും AAP ഇതിനോടകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യതകൾ AAP തള്ളി. പാർട്ടി സ്വന്തം ശക്തിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ മത്സരിച്ചത്. മന്ത്രി ഗൗരവ് ഭരദ്വാജ് ഗ്രേറ്റർ കൈലാഷിൽ മത്സരിക്കും. ഗോപാൽ റായി ബാബാർപൂരിലും ദുർഗേഷ് പദക് രജിന്ദർ നഗറിലും മത്സരിക്കും. അപകടസ്ഥലത്ത് വാഹനമോടിച്ചത് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കാൻ പെട്ടെന്ന് നടപടിയെടുക്കാനാകും. തിരുവനന്തപുരം. സിമന്റ് ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥിനികൾ മരിച്ച പനയമ്പാട് വളവിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഗതാഗത മന്ത്രി KV ഗണേഷ്കുമാർ കഴിഞ്ഞ ദിവസം ഔദ്യോഗിക വാഹനം നേരിട്ട് ഓടിച്ചാണ് സ്ഥലത്തേക്കെത്തിയത്. അപകട കാരണം മനസ്സിലാക്കാൻ മന്ത്രി നേരിട്ട് വാഹനം ഓടിച്ചെത്തുന്നത് കേരള ഭരണചരിത്രത്തിൽ അപൂർവം. 7ാം നമ്പർ സ്റ്റേറ്റ് കാറാണ് ഗണേഷിന്റേത്. അപകടം നടന്ന റോഡിന്റെ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കാനും റോഡിന്റെ ഗ്രിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നേരിട്ട് മനസ്സിലാക്കാനുമാണ് ഔദ്യോഗിക വാഹനം അപകടം നടന്ന സ്ഥലത്ത് ഓടിച്ചു നോക്കിയതെന്ന് മന്ത്രി ഗണേഷ്കുമാർ പറഞ്ഞു. വാഹനത്തിൽ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. മറ്റൊരാൾ അന്വേഷിച്ച് റിപ്പോർട്ട് തരുന്നതിലും നല്ലതാണ് സ്വയം മനസ്സിലാക്കുന്നത്. അതാവുമ്പോൾ സമയവും ലാഭിക്കാം. പെട്ടെന്ന് പ്രായോഗിക നടപടികളിലേക്ക് കടക്കാം. അതുകൊണ്ടാണ് ഔദ്യോഗിക വാഹനത്തിലെ ഡ്രൈവറായ ശാന്തനില്ലാതെ തന്നെ ഡ്രൈവ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. പനയമ്പാട് വളവിലൂടെ ഓടിച്ചു പാത പരിശോധിച്ച മന്ത്രി റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ബോധ്യപ്പെട്ടതായി പറഞ്ഞു. റോഡിന്റെ വീതി ശാസ്ത്രീയമായി പരിശോധിച്ച് സ്ഥിരം ഡിവൈഡറുകൾ പണിയും. റോഡപകടം കൂടാൻ അശ്രദ്ധമായ ഡ്രൈവിംഗ് കാരണമാണ്. നിയമലംഘനങ്ങൾ പിടികൂടാൻ പരിശോധന ശക്തമാക്കും. KSRTC ബസ്സിനും നിയമലംഘനത്തിൽ പങ്കുണ്ട്. KSRTC ബസ്സുകളിൽ സ്വിഫ്റ്റ് ബസ്സുകളാണ് കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. സ്വിഫ്റ്റ് ബസ്സുകളിലെ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകും. പരിശീലനത്തിന് വഴങ്ങാത്തവരെ ഒഴിവാക്കും. ഇന്ന് അപകടമുണ്ടായി 4 പേർ മരിച്ച പുനലൂർ മൂവാറ്റുപുഴ റോഡ് തകർന്നു കിടന്നതാണ്. 1 വർഷമേ ആയുള്ളൂ ശരിയാക്കിയിട്ട്. അശ്രദ്ധമായാണ് പലരും വാഹനം ഓടിക്കുന്നത്. റോഡിന്റെ നടുക്കുള്ള വര മറികടന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് കയറിയാണ് മിക്ക വാഹനങ്ങളും വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറി. നവദമ്പതിമാരുൾപ്പെടെ 4 പേർ മരിച്ചു. അപകടം പുലർച്ചെ 3:30-ന്. പത്തനംതിട്ട. കോന്നി മുറിങ്ങലിൽ വാഹനാപകടത്തിൽ നവദമ്പതിമാരുൾപ്പെടെ 4 പേർ മരിച്ചു. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടം. മല്ലശ്ശേരി കുത്തേത്തുണ്ടിയിൽ വീട്ടിൽ മത്തായി ഈപ്പൻ, മകൻ നിഖിൽ, കുട്ടനിള കിഴക്കേതിൽ വീട്ടിൽ ബിജു P. ജോർജ്, മകൾ അനു ബിജു എന്നിവരാണ് മരിച്ചത്. അനുവും നിഖിലും ദമ്പതികളാണ്. ഇവർ 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. പുലർച്ചെ 3:30-ഓടെയാണ് അപകടം. വാഹനാപകടത്തിൽ മരിച്ച ദമ്പതികളായ നിഖിലും അനുവും ജീവിച്ചു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മലേഷ്യയിലെ സന്തോഷ യാത്രക്കുടുവിലെത്തിയത് ദുരന്തം. മല്ലശ്ശേരി സ്വദേശികളായ ദമ്പതികളും കുടുംബവും സഞ്ചരിച്ച കാർ ഇന്ന് പുലർച്ചെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലിടിച്ചാണ് ദുരന്തമുണ്ടായത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുറിങ്കല്ല് ജംഗ്ഷനു സമീപമുള്ള ഗുരുമന്ദിരത്തിനു മുന്നിലായിരുന്നു അപകടം. നാളെ അനുവിന്റെ ജന്മദിനമാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അനുവിന്റെ പിതാവ് ബിജു P. ജോർജും നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പനും അപകടത്തിൽ മരിച്ചു. നവംബർ 30-നായിരുന്നു ഇരുവരുടെയും വിവാഹം.
മലേഷ്യയിൽ മധുവിധു കഴിഞ്ഞെത്തിയ ദമ്പതികളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയായിരുന്നു അപകടം. തിങ്കളാഴ്ചയാണ് ദമ്പതികൾ മലേഷ്യയിലേക്ക് പോയത്. നവംബർ 30-ന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത്. 8 വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം. നിഖിൽ കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനാണ്. അനു മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കി. ജനുവരിയിൽ അനുവും കാനഡയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട്. രണ്ടുപേരുടെയും വീടുകൾ തമ്മിൽ 1 കിലോമീറ്റർ ദൂരമേയുള്ളൂ. ഒരേ ഇടവകക്കാരുമാണ്. നാളെ അനുവിന്റെ ജന്മദിനമാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സങ്കടമോചകനല്ലേ അയ്യപ്പസ്വാമി, എല്ലാം ആ സന്നിധിയില. ശബരിമല ദർശനം നടത്തി ചാണ്ടി ഉമ്മൻ. ശബരിമല ഇരുമുടിക്കെട്ടുമായി മല ചവിട്ടി 18-ാം പടി കയറി ചാണ്ടി ഉമ്മൻ MLA അയ്യപ്പ സന്നിധിയിൽ. 2ാം തവണയാണ് ശബരിമല ദർശനത്തിന് ചാണ്ടി ഉമ്മൻ എത്തുന്നത്. 2022-ൽ ആദ്യമായി മലകയറി ദർശനം നടത്തി. പിന്നെ പറ്റിയില്ല. ഇത്തവണ വൃശ്ചികം 1-ന് തന്നെ മാലേട്ട് വ്രതം തുടങ്ങി. വയനാട് DCC ജനറൽ സെക്രട്ടറി രാജേഷകുമാർ, ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗംഗാശങ്കർ എന്നിവർക്ക് ഒപ്പം ശനിയാഴ്ച രാത്രി 8-നാണ് സന്നിധാനത്ത് എത്തിയത്. 18-ാം പടി കയറി മറ്റുള്ള തീർത്ഥാടകർക്ക് ഒപ്പം ക്യൂ നിന്ന് സോപാനത്തെത്തിയപ്പോഴാണ് അവിടെ നിന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞത്. തനിക്ക് പ്രത്യേക പരിഗണന ഒന്നും വേണ്ടെന്ന് പറഞ്ഞു തൊഴുതു നീങ്ങി. മാളികപ്പുറത്തേക്ക് പോയപ്പോൾ മറ്റു തീർത്ഥാടകർ തിരിച്ചറിഞ്ഞു. പലർക്കും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണം, ചിലർക്ക് സെൽഫി എടുക്കണം. അവരോടൊപ്പം മാളികപ്പുറത്ത് ദർശനം നടത്തി. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ മനഃപൂർവ്വം മാറ്റിനിർത്തിയതായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ടെന്നായിരുന്നു പ്രതികരണം. വാർത്ത കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, പിന്നെ അതിന്റെ പേരിൽ വിവാദമുണ്ടാക്കും. എന്നാലും എന്റെ മനസ്സിന് വല്ലാത്ത നൊമ്പരമുണ്ട്. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന് മുൻപേ എല്ലായിടത്തു നിന്നും മാറ്റി നിർത്താൻ തുടങ്ങി. ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൂടുതൽ ഒന്നും പറയുന്നില്ല. സങ്കടമോചകനല്ലേ അയ്യപ്പസ്വാമി, എല്ലാം അയ്യപ്പസ്വാമിയുടെ സന്നിധിയില. ചാണ്ടി ഉമ്മൻ പറഞ്ഞു. മെക് 7-നെതിരെയുള്ള വിമർശനം. മലക്കം മറിഞ്ഞ മോഹനൻ മാസ്റ്റർ. കോഴിക്കോട് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ രൂപീകരിച്ച വ്യായാമ കൂട്ടായ്മയാണ് മെക് 7 എന്നും അതിനെ വിമർശിക്കേണ്ട കാര്യമില്ലെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ നേരത്തെ നടത്തിയ പ്രസ്താവന മയപ്പെടുത്തിയാണ് മോഹനൻ മാസ്റ്റർ പുതിയ വിശദീകരണം നൽകിയത്. പൊതുകൂട്ടായ്മയായ മെക് 7 പോലെയുള്ള വേദികളിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI, RSS എന്നീ സംഘടനകൾ നുഴഞ്ഞുകയറുന്നതിനെതിരെ ജാഗ്രത പുലർത്തണം എന്നാണ് ഉദ്ദേശിച്ചത് എന്നും മോഹനൻ മാസ്റ്റർ പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ തീവ്രവാദ സംഘടനകൾ നുഴഞ്ഞുകയറിയെന്ന തോന്നൽ പൊതുസമൂഹത്തിനുണ്ട്. അതിനെതിരെയാണ് ജാഗ്രത പുലർത്തണമെന്നാവശ്യപ്പെട്ട് മതനിരപേക്ഷ മനസ്സുള്ള മതവിശ്വാസികൾ ഒത്തുചേരുന്ന സ്ഥലങ്ങളിൽ നുഴഞ്ഞുകയറി പ്രശ്നമുണ്ടാക്കാനുള്ള നീക്കം വർഗീയവാദികൾ നടത്താറുണ്ട്. ഇത്തരം നീക്കങ്ങൾക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തണം. കാന്തപുരം വിഭാഗം മെക് 7-നെ എതിർത്തത് എന്തുകൊണ്ടാണെന്നറിയില്ല. CPM എല്ലാ വർഗീയതയെയും ശക്തമായി എതിർക്കാറുണ്ട്. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു നീക്കത്തെയും അംഗീകരിക്കില്ലെന്നും മോഹനൻ മാസ്റ്റർ പറഞ്ഞു. മെക് 7 നേരത്തെ ഒരു സൈനികൻ തുടങ്ങിയതാണ്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ കരുതൽ എന്ന നിലയിൽ ഇത് നല്ലതാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതും പിന്തുണയ്ക്കേണ്ടതുമാണെന്നും മോഹനൻ മാസ്റ്റർ പറഞ്ഞു. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീ പിടിച്ചു, ഒഴിവായത് വൻ ദുരന്തം. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ വടകര നാദാപുരം റോഡിനടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീ പിടിച്ചു. ബസ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടൽ കാരണം ഒഴിവായത് വൻ അപകടവും. ഇന്ന് രാവിലെയാണ് വോളണ്ട് ബസിന്റെ എഞ്ചിൻ ഭാഗത്തുനിന്ന് തീ പടർന്നത്. ഇതേ സമയം തന്നെ ദേശീയപാതയിലൂടെ വെള്ളം കയറ്റി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സമയോചിതമായ ഇടപെടൽ നടത്തി തീ അണയ്ക്കാൻ സഹായിച്ചത്. യാത്രക്കാരെ സുരക്ഷിതമായി ബസ്സിൽ നിന്ന് ഇറക്കിയിരുന്നു. സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർക്ക് കൂട്ടുവീഴും. ചോദ്യ പേപ്പർ ചോർന്നതോടെ നിലപാട് കടുപ്പിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ബാക്കുകോട്ട്. തിരുവനന്തപുരം സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരെ കൂട്ടാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സർക്കാർ ശമ്പളം പറ്റി സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ AEO DOമാർക്ക് നിർദ്ദേശം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയതോടെയാണ് സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകർക്ക് കടിഞ്ഞാണിടാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നീക്കം തുടങ്ങിയത്. സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകി. ആധാർ കാർഡ് വിവരങ്ങൾ സൗജന്യമായി പുതുക്കല്, സമയപരിധി നീട്ടി. ആധാർ കാർഡ് വിവരങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി നീട്ടി. ഫീസില്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ 2025 ജൂൺ 14 വരെ അപ്ഡേറ്റ് ചെയ്യാം. മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക. ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞെങ്കിൽ കാർഡ് ഉടമകൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. പക്ഷേ ഇത് നിർബന്ധമല്ല. പേര്, വിലാസം, ജനന തീയതി തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി UIDAI പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം. അതേസമയം ബയോമെട്രിക്, ഫോട്ടോ, ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോകണം. ആധാർ എൻറോൾമെന്റ് തീയതി മുതൽ 10 വർഷത്തിൽ ഒരിക്കൽ വ്യക്തികൾ അവരുടെ ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഡോക്യുമെന്റ് എന്നിവ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ കുട്ടികളിൽ 5 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ അവരുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. വനം വകുപ്പിന്റെ ഫോറസ്റ്റ് ഗുണ്ടാരാജ്, ഫിഫയുടെ പ്രതിഷേധ ജ്വാല. കോടഞ്ചേരി
വനം വകുപ്പിന് അനിയന്ത്രിതമായ അധികാരം ഉറപ്പു നൽകുന്ന 2024 കേരള വന നിയമം ഭേദഗതി റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കിഫ കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിൽ നടത്തിയ പ്രതിഷേധ സമരം കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഫോറസ്റ്റ് ഗുണ്ടാരാജ് നടപ്പിലാക്കാൻ വനം വകുപ്പ് ശ്രമിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന് കിഫ ജില്ലാ പ്രസിഡന്റ് ശ്രീ മനോജ് കൊമ്പ്ലാനി പ്രസ്താവിച്ചു. മലയോര മേഖലയിൽ വന്യമൃഗശല്യം മൂലം ആളുകൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. വന്യജീവികളുടെ കൂടാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടെ പ്രഹരമേൽപ്പിക്കാൻ സർക്കാർ തുനിഞ്ഞാൽ വെറുതെയോടെ നോക്കി നിൽക്കാൻ സാധിക്കില്ല. ഫോറസ്റ്റ് ഗുണ്ടാരാജ് നടപ്പിലാക്കുന്നതിനെതിരെ ഡിസംബർ 21 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കൂരാച്ചുണ്ട് അങ്ങാടിയിൽ പ്രതിഷേധ സമര പരിപാടി നടത്തുവാൻ തീരുമാനിച്ചു. വന നിയമ ഭേദഗതി പിൻവലിക്കുന്നതുവരെ കേരളം മുഴുവൻ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ കിഫ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചു. പുതിയ ബസ് സർവീസ് ആരംഭിക്കുന്നു. താമരശ്ശേരിയിൽ നിന്നും കോടഞ്ചേരിയിലേക്കും കോടഞ്ചേരിയിൽ നിന്നും കോഴിക്കോട്ടേക്കും ബസ് സർവീസ് ആരംഭിക്കും. 2024 ഡിസംബർ 16 തിങ്കൾ മുതൽ എല്ലാ ദിവസവും പുതിയ ബസ് സർവീസ് ആരംഭിക്കുന്നു. 11:35 താമരശ്ശേരി മുതൽ കോടഞ്ചേരി, 12:10 കോടഞ്ചേരി മുതൽ കോഴിക്കോട്. കൂടരഞ്ഞിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. തിരുവമ്പാടി കൂടരഞ്ഞിയിൽ തെരുവുനാക്കളുടെ ആക്രമണത്തിൽ 60 കോഴികൾ ചത്തു. കൂടരഞ്ഞി കോലോത്തും കടവ് ആയപ്പുരത്തിൽ യൂണിസിന്റെ വളർത്തുകോഴികളാണ് കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണത്തിനിരയായത്. വീടിനോട് ചേർന്ന കോഴിക്കൂട് പൊളിച്ച് തെരുവുനാക്കൂട്ടം അകത്തുകയറിയാണ് ആക്രമിച്ചത്. പ്രദേശത്ത് തെരുവുനാക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് നായ്ക്കൾ ഭീഷണിയാണ്. തെരുവുനാക്കളെ പ്രതിരോധിക്കാൻ നടപടി വേണമെന്നും കർഷകന് നഷ്ടപരിഹാരം നൽകണമെന്നും മുസ്ലിം ലീഗ് കൂടരഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് NI അബ്ദുൽ ജബ്ബാറും ജനറൽ സെക്രട്ടറി അബ്ദുൽ റഷീദ് അൽകാസിമിയും ആവശ്യപ്പെട്ടു. പച്ചിക്കൽ പൈലി PJ 90 നിര്യാതനായി. മൃതസംസ്കാരം ഞായർ 2024 ഡിസംബർ 15 ഉച്ചയ്ക്ക് 3 റിപ്പൺ സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. മക്കൾ മേരി, ബാംഗ്ലൂർ, ഗ്രേസി, പുൽപ്പള്ളി, LC, കോടഞ്ചേരി, മിനി, മഞ്ചേരി, തങ്കച്ചൻ, റിപ്പൺ, ഷിനി, പുൽപ്പള്ളി. മരുമക്കൾ ബേബി അഴകത്ത്, പരേതൻ രാജു നിരക്കുതൊട്ടിയിൽ, പരേതൻ ബെന്നി കുളങ്ങരതൊട്ടിയിൽ, കോടഞ്ചേരി ബിജു കുട്ടിയാണിക്കൽ, മഞ്ചേരി ദീപ പുത്തുമണ്ണിൽ, ആണക്കാമ്പുയിൽ സജി മലയൊലിക്കൽ, പുൽപ്പള്ളി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.